ഞാൻ കേട്ടിട്ടുള്ളതെല്ലാം ഒരു മനുഷ്യന് വലിയൊരു അസുഖവും വലിയൊരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ അയാളൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയോ അയാളൊരു വിഷമഘട്ടത്തിലൂടെയോ പോയി വന്ന മനുഷ്യൻ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നവരായിരിക്കും. ചിലർ അല്ലാണ്ട് തന്നെ വിഷമങ്ങൾ അറിയാത്തവരും എല്ലാ വിഷമങ്ങളും മനസ്സിലാക്കുന്നവരും ഉണ്ടാവും. അങ്ങനെ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. രണ്ട് ടൈപ്പല്ല, പല രീതിയിലുണ്ട്. ചിലർ ആരെയും മനസ്സിലാക്കാത്തവരുണ്ട്. ആരുടെയും വിഷമം എനിക്കൊന്നുമില്ല, ആർക്കും എന്തോ ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. മനുഷ്യൻ പലതരത്തിലാണ്. എന്നാലും എൻ്റെ അറിവിൽ ഒരുപാട് അസുഖങ്ങളും വിഷമങ്ങളും ഒക്കെ കടന്നു പോയവർ, മരിച്ചു ജീവിച്ചു എന്ന് പറയില്ല, ആ അവസ്ഥയിലൂടെ പോയിട്ട് വന്നവരെല്ലാവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കാം. പക്ഷേങ്കിൽ ഞാൻ കണ്ടിടത്തോളം അങ്ങനെയാണ്. ഒരാൾ ഞാൻ കണ്ടത്, അന്ന് വരെയും ആരോട് സംസാരിക്കാത്ത ആൾ എല്ലാവരോടും സംസാരിക്കുന്ന ഒരാളായി തീർന്നു. വേറെ ആർക്കും ഒരു ശല്യമില്ല, എല്ലാവരോടും മിണ്ടുന്ന ഒരാളായി തീർന്നു. പിന്നെ ഒരാളൊരു ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞപ്പോൾ അയാൾ പിന്നെ നല്ല മനുഷ്യനായി തീർന്നു. മനസ്സിലായോ? നല്ല മനുഷ്യനായി തീർന്നു. അതുവരെ മൊട്ടയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കുറേയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വ്യക്തിയെ കാണുന്നത് ഫുള്ള് ലൈഫിൽ മരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. വിഷമായി വരുന്നൊരു വ്യക്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നു. വിഷമെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു വിഷം വേറെയില്ല. മറ്റുള്ളവരെ തമ്മിൽ തെറ്റിപ്പിക്കുക, പിന്നെ അപവാദം പറയുക, കൂടെ നിന്ന് ചതിക്കുക, ഇങ്ങനെയൊക്കെ ഞാൻ കാണുന്ന ആദ്യമായിട്ടാണ്. ഒന്നോർക്ക്, ദൈവം നിങ്ങൾക്ക് ഒരു അവസരം തന്നതാണ്. പക്ഷേങ്കിൽ എപ്പോഴെപ്പോഴും ദൈവം അവസരം തന്നതിരിക്കില്ല. എല്ലാം ഉണ്ടായിരിക്കാം, പക്ഷേങ്കിൽ നിങ്ങൾ പോയ വഴി വീണ്ടും വീണ്ടും മറക്കരുത്. പഴയ സ്വഭാവങ്ങൾ വീണ്ടും മാറ്റിയെടുക്കുകയും ചെയ്യേണ്ടത് അല്ലേ? ഇങ്ങനെയുള്ളവർ പഴയ സ്വഭാവങ്ങൾ മാറ്റിയെടുത്ത് പുതിയൊരു സ്വഭാവമാക്കുക. ദൈവം നിങ്ങളെ പഴയ രീതിയിൽ കൊണ്ടെത്തിക്കണമെങ്കിൽ പഴയ സ്വഭാവം മറന്ന് പുതിയ സ്വഭാവത്തിലേക്ക് വരിക. ആരുടെയും കാര്യത്തിൽ അസൂയ ഇല്ലാണ്ടിരിക്കുക, വെറുതെ തമ്മിൽ തെറ്റിപ്പിക്കാണ്ടിരിക്കുക. ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. എന്നോട് ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ട് പോലും ഞാൻ വിശ്വസിച്ചില്ല. അല്ലല്ല ഒരിക്കലും അങ്ങനെയല്ല, നമുക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തി അങ്ങനെയൊന്നും ചെയ്യില്ല, അവർ ഒരുപാട് വിഷമഘട്ടത്തിൽ വന്നതാണ്, അങ്ങനെയൊക്കെ ഒരു ഇതില്ല എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേങ്കിൽ കൊടും വിഷമെന്നൊക്കെ പറയില്ലേ, എൻ്റെ അമ്മേ, വിഷത്തിൻ്റെയും വിഷമാണ്. അങ്ങനെയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയെങ്കിലും മാറണം. ഇല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരുന്ന അടിയുണ്ടല്ലോ, വലിയ ഉഗ്രൻ അടിയായിരിക്കും. ഓരോ കാര്യങ്ങളും ഓരോ ആളെക്കുറിച്ച് പറയുമ്പോഴും ഒരുപാട് സൂക്ഷിക്കുക. നിങ്ങൾ പറയുന്ന ചിലപ്പോൾ ആ വ്യക്തി കേൾക്കുന്നില്ലായിരിക്കും. നിങ്ങൾ പറയുന്ന അപവാദങ്ങളും ഊഹാപോഹങ്ങളും ആ വ്യക്തി അറിയുന്നില്ലായിരിക്കാം. പക്ഷേ കേൾക്കുന്ന ഒരാളുണ്ട്, ദൈവം തമ്പുരാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. നിരീശ്വരവാദികൾ ചിലപ്പോൾ പറയും, ദൈവം ഇല്ല എന്നൊക്കെ പറയുമായിരിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷേ കർമ്മം എന്നുള്ളൊരു സംഭവം ഉണ്ട്. അത് ദൈവം കേൾക്കുന്നുണ്ടെന്ന് ഓർക്കുക. അറിയാത്ത ഒരു കാര്യം പറയാണ്ടിരിക്കുക. ഇനിയും നന്നായില്ല എങ്കിൽ ഈശ്വരൻ 100 ഇരട്ടി തിരിച്ചു തരുന്നത്, നിങ്ങൾക്ക് തിരിച്ചു കിട്ടാത്തൊരു ലൈഫായിരിക്കാം തിരിച്ചു തരുന്നത്. തിരിച്ച് ചെറിയൊരു സിംറ്റംസെങ്കിലും ഞാൻ ആ വ്യക്തിക്ക് കണ്ടു. അപ്പോൾ ഓർക്കുക, തിരിച്ച് നിങ്ങൾ പഴയ സ്ഥിതിയിലേക്ക് പോകാൻ കണക്കാക്കി നിങ്ങൾ വീണ്ടും വീണ്ടും പഴയ കുത്തിത്തിരിപ്പും നിങ്ങളുടെ പഴയ സ്വഭാവവും എടുക്കാണ്ടിരിക്കുക. നല്ല സ്വഭാവം വരിക.
മറ്റുള്ളവരെ ദ്രോഹിക്കാണ്ടിരിക്കുക, ഉപദ്രവിക്കാണ്ടിരിക്കുക. ഈ അസൂയയും കുശുമ്പും കണ്ണുകടിയും അടിയുണ്ടാക്കലും ആ സ്വഭാവം നിർത്തുക. അവിടെ പറയുന്ന ഇവിടെ പറയും, ഇവിടെ പറയുന്ന അവിടെ പറയും. ചിലരത് പറയില്ലായിരിക്കും. എന്തിനാ ഇനിയിപ്പോൾ ഞാനൊന്നും പറയാൻ നിൽക്കില്ല, എന്തോ ആയിക്കോട്ടെ, തേങ്ങ അന്നങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തില്ല. എന്തിന് ഞാൻ പറയണം, ഇവള് പറഞ്ഞ അവളോട് എനിക്ക് എന്തിൻ്റെ ആവശ്യം എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തില്ല. അവൾ വേണേ വിശ്വസിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തില്ല. പക്ഷെ പലരും അങ്ങനെ പലരും മിണ്ടാണ്ടിരിക്കും, എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നല്ലത് ചെയ്താൽ അപ്പോൾ ദൈവം നല്ലത് തരും. നിങ്ങൾ വിചാരിക്കും, ഓ അവൾ അറിഞ്ഞില്ലല്ലോ ഞാൻ അവളെക്കുറിച്ച് പറഞ്ഞു തന്നു. ഇതെല്ലാം കാണുന്ന ദൈവം എന്നുള്ളൊരു ശക്തിയുണ്ട്. പല അപവാദങ്ങളും അറിയാത്ത അപവാദങ്ങൾ പറയുമ്പം സൂക്ഷിക്കുക, ദൈവം നല്ല പണിഷ്മെൻറ്റ് തന്നിരിക്കും. ദൈവം കാണുന്നുണ്ട്, മനസ്സിലായോ? ആ വ്യക്തി കണ്ടില്ലെങ്കിലും ദൈവം കണ്ടിരിക്കും. അത് ഓർക്കുക. ഓർത്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും.